ഈ അടുത്ത കുറച്ച് ദിവസങ്ങളിലായി പല ആളുകളുടെയും മൊബൈൽ ഫോണുകൾ ഹാക്കിംഗ് ചെയ്യപ്പെടുന്നു എന്നുള്ള വാർത്ത കേൾക്കുന്നുണ്ട്. നമ്മുടെ വാട്സപ്പും ഫേസ്ബുക്കും പോലുള്ള സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും അതുപോലെ തന്നെ മൊബൈൽ ഫോണുകളൊക്കെ ഹാക്ക് ചെയ്യപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നമ്മുടെ മൊബൈൽ ഫോണിൽ കുറച്ച് സെറ്റിങ്സുകളൊക്കെ നിങ്ങൾ മാറ്റം ചെയ്തു വയ്ക്കുക. അങ്ങനെ നമ്മുടെ മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്താൽ നമ്മുടെ ഡാറ്റാസൊക്കെ ചോർന്നു പോകാൻ കാരണമാകും. അപ്പോൾ തീർച്ചയായും നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് വയ്ക്കുക. ഏതൊക്കെയാണ് സെറ്റിങ്സ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമതായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നിന്ന് അധികമായിട്ട് ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നുണ്ടോ എന്നാണ്. ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് അതിനുവേണ്ടി നിങ്ങൾ മൊബൈൽ ഫോണിൻ്റെ സെറ്റിംഗ് ഓപ്പൺ ചെയ്ത് അതിനകത്ത് ഡാറ്റ യൂസേജ് എന്ന് സെർച്ച് ചെയ്ത് ഓപ്പൺ ചെയ്യുക. ഇതിൽ ഏറ്റവും കൂടുതൽ ഡാറ്റ ഉപയോഗിക്കുന്നത് ഏത് ആപ്പാണെന്ന് നോക്കുക. നിങ്ങൾ ഉപയോഗിക്കാത്ത ഏതെങ്കിലും ആപ്പുകൾ ഇതിന് ഉള്ളിലുണ്ടെങ്കിൽ ആ ആപ്പുകൾ നിങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക. രണ്ടാമതായി നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട കാര്യം ബാറ്ററി യൂസേജ് ആണ്. അതായത് നമ്മൾ ഏതെങ്കിലും മൊബൈൽ ഫോണുകൾ ഹാക്ക് ചെയ്യപ്പെട്ടാൽ നമ്മുടെ ഡാറ്റകൾ മറ്റൊരു ഫോണിലേക്ക് അല്ലെങ്കിൽ ഡിവൈസിലേക്ക് ഷെയർ ചെയ്യപ്പെടും. അതുകൊണ്ടാണ് ഇൻ്റർനെറ്റ് വേഗം തീരുന്നതും ബാറ്ററി പെട്ടെന്ന് ഡ്രെയിൻ ആകുന്നതും. അതുകൊണ്ട് അടുത്തതായി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് ബാറ്ററി യൂസേജ് ആണ്. ബാറ്ററി യൂസേജ് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഏറ്റവും കൂടുതൽ ബാറ്ററി ഉപയോഗിക്കുന്ന നിങ്ങൾ ഉപയോഗിക്കാത്ത ആപ്ലിക്കേഷൻ ഏതെങ്കിലും നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഉണ്ടെങ്കിൽ ഉടനെ തന്നെ അത് നിങ്ങൾ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയുക. അടുത്തതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ സോഷ്യൽ മീഡിയയിൽ നിന്നും വരുന്ന ഒരു ലിങ്കിലും നമ്മൾ ക്ലിക്ക് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഉറപ്പാണ് അത് ഫേക്ക് അല്ലാത്ത ഒരു ലിങ്കാണ് എന്നുണ്ടെങ്കിൽ മാത്രം അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഒരു അൺനോൺ നമ്പറിൽ നിന്നും വരുന്ന ഒരു ലിങ്കിലും ക്ലിക്ക് ചെയ്യാതിരിക്കുക. അത്തരത്തിൽ നിങ്ങൾ ഏതെങ്കിലും ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ കഴിഞ്ഞാൽ സ്വൈപ്പിംഗ് മെത്തേഡിലൂടെയും നിങ്ങളുടെ അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. കൂടുതലും ആളുകളുടെയും മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യപ്പെടുന്നത് ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് ഓരോ ഓഫറിൻ്റെ പേരിൽ വരുന്ന ലിങ്കുകളൊക്കെ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യാതിരിക്കാം, അല്ലെങ്കിൽ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാതിരിക്കാം. അതിലൂടെ നിങ്ങളുടെ മൊബൈൽ ഫോണിനെ ട്രാക്ക് ചെയ്യുന്ന രീതിയിലുള്ള ലിങ്കുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയും അത്തരം രീതിയിൽ നിങ്ങളുടെ ഡാറ്റ ചോർന്നു പോകുന്നതിനും മൊബൈൽ ഫോൺ ഹാക്ക് ചെയ്യപ്പെടാനും കാരണമാകും. ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ മൊബൈൽ ഫോൺ നിങ്ങൾക്ക് സേഫായി ഉപയോഗിക്കാൻ സാധിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ബൈ.